എഞ്ചിനീയറിംഗ് ഡ്രോപ്പൗട്ടായ ലക്കിയാണ് കഥാനായകൻ. അല്ലറ ചില്ലറ കണ്ടുപിടുത്തങ്ങളും തരികിട നമ്പറുകളും കൊട്ടേഷനുമൊക്കെയായിട്ടാണ് ലക്കിയുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. അങ്ങനെ ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് സുലൈമാൻ ഫുക്രിയുടെ വീട്ടിൽ ലക്കി എത്തുന്നത്. ലക്മാൻ അലി ഫുക്രിയായി ലക്കിയും കൂട്ടുകാരും സുലൈമാൻ ഫുക്രിയുടെ വീട്ടിലെത്തുന്നു. എന്തിനു വന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥ. ലക്മാൻ എന്ന ലക്കിയായിട്ടെത്തുന്നത് ജയസൂര്യയാണ്. തരികിട നമ്പറുകളും അലമ്പും കാണിക്കുന്ന കഥാനായകന് എന്തുകൊണ്ടും ജയസൂര്യ യോജിച്ചു നിൽക്കുന്നു. കുടുംബത്തിലെ കാരണവരായ സുലൈമാൻ ഫുക്രിയായി എത്തുന്നത് സിദ്ദിഖാണ്. ഗെറ്റപ്പ് കൊണ്ടും മറ്റും തീർത്തും വ്യത്യസ്തമായ വേഷമാണ് സിദ്ദിഖിൻ്റേത്. കഥയെ വഴിതിരിച്ചുവിടുന്ന കഥാപാത്രമാണ് ലാൽ അവതരിപ്പിക്കുന്ന റമദാൻ അലി ഫുക്രി. സുലൈമാൻ ഫുക്രിയുടെ മകനാണ് അലി ഫുക്രി. അലി ഫുക്രിയുടെ അനന്തരവളും സുലൈമാൻ ഫുക്രിയുടെ കൊച്ചുമകളുമായി നഫ്സ എന്ന കഥാപാത്രമായിട്ടാണ് പ്രയാഗ മാർട്ടിൻ ചിത്രത്തിലെത്തുന്നത്. ലക്മാൻ അലി ഫുക്രി എന്ന പേരിലെത്തുന്ന ലക്കിയുമായി നഫ്സ പ്രണയത്തിലാകുന്നു. മണിക്കുട്ടി എന്ന ആലിയയായിട്ടാണ് അനു സിത്താര ചിത്രത്തിലെത്തുന്നത്. യഥാർത്ഥത്തിൽ അലി ഫുക്രിയുടെ മകളും സുലൈമാന്റെ കൊച്ചുമകളും മണിക്കുട്ടിയാണ്. സിദ്ദിഖ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഫുക്രി പൂർണ്ണമായും ഒരു എന്റർടൈൻമെന്റായി ചിത്രത്തെ മാറ്റുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു. ഒരുപാട് നല്ല ഹാസ്യ സന്ദർഭങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. എന്നാൽ അവതരണത്തിലെ പാളിച്ചകൾ കൊണ്ട് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. ആദ്യ പകുതിക്ക് ദൈർഘ്യക്കൂടുതൽ അനുഭവപ്പെട്ടു. നാടകീയമായ ഡയലോഗും ക്ലൈമാക്സിലെ തിക്കും തിരക്കും സിനിമയുടെ പോരായ്മയാണ്. എസ് ടാക്കീസിന്റെ ബാനറിൽ സിദ്ദിഖും വൈശാഖ് സിനിമാസും ചേർന്ന് നിർമ്മിച്ച ചിത്രം സിദ്ദിഖ് സിനിമകളുടെ ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്നതാണ്. എന്നാൽ പതിവ് സിദ്ദിഖ് ചിത്രത്തിന്റെ നിലവാരം നിലനിർത്താൻ ഫുക്രിക്ക് സാധിച്ചിട്ടില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.